അപ്പോൾ ഹായ് ഗൈസ്, എക്സ് ഗെയിമർ വൈറ്റ് APBക്കിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സൂത്രം കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ വണ്ടി ഫുള്ള് മോഡിഫിക്കേഷനാണ് ഗൈസ്. ഫുള്ള് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് മോഡിഫിക്കേഷൻ. ഈ മേളിത്തെ സാധനം മാറ്റി, ഇപ്പോൾ പിന്നെ അതേ മറ്റേ LED ലാമ്പ് വെച്ചു. പിന്നെ ഈ സാധനം എന്തൊക്കെയൊക്കെയോ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. നല്ല കാശ് കൂട്ടി ഗൈസ്. ഹായ് ഗൈസ്, അജിത്തെണ്ണം വിളിക്കുന്നുണ്ട്. എന്താ അജിത്തെണ്ണ? ഒരു ലോഡ് വന്നിട്ടുണ്ട്. എന്താ കാളയോ പശു കണ്ട? നീ നിൽക്കുന്നിടത്തുനിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ എത്തുമെന്ന് പറഞ്ഞേ. എവിടെ എത്തിക്കണ്ടേ? ലൊക്കേഷനൊക്കെ ഞാൻ അയച്ചു തരാം. ശരി ഓടോ ശരി. അപ്പോൾ പെട്ടെന്ന് പോയി എടുക്കട്ടാ. രാവിലെ തന്നെ ആൾ നല്ല മുട്ടമ്പടി വന്നിട്ടുണ്ട്. നമ്മുടെ ലോഡ് എടുക്കാൻ പറയുന്നുണ്ട്. എന്തോ പശു കാളയും കണ്ടാന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ സൈഡിൽ നിന്ന് റൈറ്റ് എടുക്കാൻ. റൈറ്റ് കണ്ടു. റൈറ്റ് എടുക്കട്ടെ. റൈറ്റ് എടുത്ത് ഇവിടെ ഒരു ഫാം പോലത്തെ സ്ഥലം കൊണ്ട് അടിച്ചു. കളലെടുക്കണാണ് ഇപ്പോൾ കണ്ടത്. വെയിറ്റ് ചെയ്യേ ഗൈസ്. കളനെടുത്തിട്ടുണ്ട്. കാള എന്താ സാധനം എന്നറിയില്ല ഗൈസ്. അയ്യോ ഇതെന്താ ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് അജിത്തണ്ണ വിളിച്ച് പറയാം. അജിത്തണ്ണ, അതെ സാധനം കയറ്റിയിട്ടുണ്ട്. എന്നാൽ നേരെ ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടില്ലേ? കിട്ടി. നീ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടോ. ശരി അണ്ണാ, ഞാൻ പൊക്കോണ്ടിരിക്കുക. ശരി. ഇപ്പോൾ ഗൈസ് അജിത്തണ്ണൻ പറഞ്ഞേക്കണത് അവിടെ എത്തിക്കൊള്ളാനാണ്. നമുക്ക് പറപ്പിച്ച് വിടാം. പെട്ടെന്ന് എത്തണം. കയ്യിൽ നിന്ന് പോലെ നമ്മുടെ ഫുള്ള് മോഡിഫിക്കേഷൻ വണ്ടിയാണ് കൈ. നമ്മളിപ്പോൾ അയ്യോ അമ്മേ ഗൈസ്, നല്ലൊരു മുട്ടമണി കിട്ടി. കുഴപ്പമില്ല, നല്ലൊരു മുട്ടമണി തന്നെയാണ് കിട്ടിയേക്കണത് ഗൈസ്. നമ്മൾ മിച്ചർ തിന്നാണ്. നല്ല ടേസ്റ്റ് ഗൈസ്. നമ്മൾ മിച്ചർ തിന്നെയാണ് ഗൈസ്. നമ്മുടെ ഒറ്റ കൈ ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ട് നമ്മൾ. നല്ല ടേസ്റ്റ്. ചായ ഉണ്ടായിരുന്നു, ഈ പൊളിയായിരുന്നേ. ചായയും ഇല്ല, പക്ഷെ മിക്സർ നല്ല ടേസ്റ്റാണ് ഗൈസ്. കണ്ടോ, നമ്മൾ ഒരു സൗണ്ട് ഉണ്ടാക്കണുണ്ടോ? ഒരു സൗണ്ടാണ് ഗൈസ്, ടിക് ടിക് എന്ന് പറഞ്ഞത്. ഇത് സ്പീഡ് കൂടുമ്പോൾ പറഞ്ഞത്. അയ്യോ കൺട്രോളില്ല. ഞാൻ പോയേ ഗൈസ്. മിക്സർ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ആ സ്റ്റോറേജ് ഉറങ്ങുന്ന സൗണ്ട് കേട്ടപ്പോൾ അയ്യോ സ്പീഡ് കുറ. ഇത്ര സ്പീഡിൽ ഇപ്പോൾ കഴിഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും ഗൈസ്. നിങ്ങളൊരു സൗണ്ട് കേട്ടില്ലേ? അത് ഞാൻ എൻ്റെ വണ്ടിയുടെ സ്റ്റോറേജ് തുറന്നാണ് ഗൈസ്. ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. എന്നാൽ ഉള്ളിൽ ഫുള്ള് ലൈറ്റാണ് ഗൈസ്. അവിടെ ലൈറ്റ് എത്തണുണ്ടോ? സെറ്റപ്പ് മോഡിഫിക്കേഷനാ ചേട്ടാ. ഈ വണ്ടി ഒരുമാതിരി മാറ്റാത്ത പരിപാടി അത്. അയ്യോ ഗൈസ്, ഈ വണ്ടി പറന്നിട്ടല്ല പോണേ. നമ്മുടെ കാളല്ല പശുവിനെ നടക്കണം പെട്ടെന്ന് ഗൈസ്. നമ്മുടെ വീഡിയോ ഒന്നും ലെങ്തൊന്നുമില്ല ഗൈസ്. വണ്ടിക്ക് ഭയങ്കര സ്പീഡ്. നമ്മൾ ഓവർ സ്പീഡാക്കി വെച്ചേക്കുക. നല്ല ടേസ്റ്റ്. അജിത്തെണ്ണം വിളിക്കണ്ടല്ലോ. വണ്ടി സൈഡാക്കട്ടെ. സൈഡാക്ക്. അജിത്തെണ്ണം വിളിക്കുന്നുണ്ട്. അജിത്തെണ്ണ സാധനം എത്തിച്ചോ? എന്തോന്ന്? നീ സാധനം എത്തിച്ചോന്ന്? ഇല്ലണ്ണ, ഞാൻ എത്തിക്കാൻ പോവാ. താൻ എന്തിനാ ഇപ്പോൾ വിളിക്കണേ? നീ അണ്ണാന്ന് വിളിച്ചപ്പോൾ താന്നായ? അല്ല സോറി അണ്ണ. എന്തെങ്കിലോട്ടെ, ഞാൻ എത്തിക്കട്ടെ പെട്ടെന്ന്. ഞാൻ പകുതി എത്തി. എന്നാൽ പെട്ടെന്ന് എത്തിക്കേ. അവര് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ പെട്ടെന്ന് എത്തി. അവരോട് വിളിച്ചു പറ. എന്ത്?
ആ ഇപ്പോൾ എത്തിക്കാന്ന്. ആ ഞാൻ ഇപ്പോൾ വിളിച്ചു പറയാം. ഞാൻ ശരി പെട്ടെന്ന് നോക്കോ. ആ ശരി അണ്ണാ. അജിച്ചേട്ടനെ വിളിച്ചിട്ട് ആളുടെ പേര് വഴങ്ങുന്നില്ല. എന്ത് പേരാണ്. അജിത്തണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു എത്തിച്ചോന്ന്. ഞാൻ പറഞ്ഞു എത്തിച്ചില്ലോന്ന്. ഉള്ള കേട്ടല്ലേ. പിന്നെ ഇത്രയും ഒരുമാതിരി വളയും പൊളിഞ്ഞും കിടക്കണ റോഡ് ഞാൻ ഇപ്പോൾ എത്തിക്കാം. പെട്ടെന്ന് എത്തിക്കാം ഞാൻ ഇപ്പോൾ. എന്ത് ചാട്ടം ഇത്. അന്നൊരു കാര്യം ചെയ്യാം. നമുക്ക് അവരോട് വന്ന് ഓടിക്കാൻ പറയാം. അല്ല പിന്നെ ഇത്രയും വളഞ്ഞു പൊളിഞ്ഞ റോഡില് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടു കൊടുക്കാം. ഞാൻ ഇപ്പോൾ അവരോട് വന്ന് വണ്ടി ഓടിക്കാൻ പറയാമെന്നാ. അല്ല പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ കൊണ്ട് കൊടുക്കണതും പോരാ. നമ്മുടെ കയ്യിൽ കുറച്ച് അത്യാവശ്യം ട്രക്കും കാറും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ബൈക്കില്ല. ബൈക്ക് നമുക്ക് മേടിക്കാം കാശ്. നമ്മൾ ബൈക്ക് മേടിച്ചിരിക്കും. ആ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും ബൈക്കിൻ്റെ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 3 വണ്ടി ഉണ്ട്. ഒരു ഏതാ അറിയില്ല. പക്ഷെ ഒരു BMW ഉണ്ട്. ഒരു പഴയ മോഡൽ വണ്ടിയുണ്ട്. ആ സാധനം നമ്മൾ സെറ്റാക്കി വെച്ചേക്കുക. നല്ല രസമുണ്ട്. മറ്റേ ഇതാണ് പഴയ മോഡൽ വണ്ടി. അത് നമ്മൾ റീസ്റ്റോർ ചെയ്ത് നല്ല രസത്താക്കി. അപ്പോൾ ആ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അജിത്തണ്ണ വീണ്ടും കടന്നു വിളിക്കുക. അജിത്തണ്ണ ഞാൻ എത്തിക്കാന്ന് പറഞ്ഞില്ലേ. എടാ പെട്ടെന്ന് അവര് കിടന്ന് അലറുക. എന്ത് എത്തിക്കണില്ലാന്ന് പറഞ്ഞിട്ടോ. ഓന്നേ ഇവര് കിടന്ന് അലറുക. എന്നൊരു കാര്യം ചെയ്യേ, അവരോട് വന്ന് വണ്ടി ഓടിക്കാൻ പറ. അവര് വണ്ടി ഓടിക്കുക. പിന്നെ നീ പിന്നെ പകുതിയായിട്ട് പിന്നെ എന്ത് കാണിക്കുക. നീ പിന്നെ വണ്ടി ഓടിക്കല്ലേ. എൻ്റെ പൊന്നജിത്തണ്ണ ഇത്രയും കുണ്ടും കുഴിയും പിന്നെ വളവും എല്ലാം ഉള്ള വഴി കൂടെ ഞാൻ ഇപ്പം കൊണ്ടുവരാൻ പെട്ടെന്ന്. നീ പെട്ടെന്ന് കൊണ്ടുവന്നടാ. എൻ്റെ ചെവിതല വരണില്ല ഇവര്. അജിത്തണ്ണ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാ. പോയി എന്തൊരു സൗണ്ട് കേട്ടെ. ഒന്നുമില്ല, വണ്ടിയുടെ കൺട്രോൾ പോയതാ. നന്നായിട്ടുണ്ട്. നല്ല ഡ്രൈവർ. ഞാൻ എത്തിക്കാം. കട്ട് ചെയ്യോ? ഓ ശരി ഞാൻ കട്ട് ചെയ്യാം. നീ പെട്ടെന്ന് എത്തിക്ക്. അജിത്തണ്ണനും അജിത്തണ്ണന് ചെയ്തല തരണില്ല എന്നാണ് അവര് പറയണത്. ഒരു കാര്യം ചെയ്യാമല്ലോ. നമുക്ക് ഈ കാളയെ കൊന്നാലും നമുക്ക് ഭ്രാന്ത് പിടിക്കണം. കാളയല്ല, സോറി, പശു. ഒരുമാതിരി പെട്ടെന്നൊന്ന് എത്ത്. ഈ ഒരുമാതിരി വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചേരം കാട്ടി പിടിച്ചാലോ. വേണ്ട, എൻ്റെ വണ്ടിയിൽ ഫുള്ള് സ്ക്രാച്ചാവും. ഈ ലോഡാന്ന് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ പണി കേട്ടുള്ളൂ. ഞാൻ ഒരു ട്രക്കും കൊണ്ട് ഒരു ലോഡ് ഉണ്ട്. പക്ഷെ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഭയങ്കര ടാസ്ക് ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് അറ്റത്തുനിന്ന് ഇത് ബൈക്കാണ് സൗണ്ട് കേൾക്കണ്ടല്ലോ. കണ്ടോ, കേൾക്കണോടാ. അറ്റത്തുനിന്ന് ഏതോ ബൈക്കും ഉണ്ട്. ഏതോ റോഡിൽ കൂടെ ബൈക്കും ഉണ്ട്. ഫൈനലി നമ്മൾ എത്താറായി. നീ നേരെ പോവാ. നമുക്ക് അജിത്തണ്ണനെ വിളിച്ചു പറയാം. അജിത്തണ്ണ അവിടെ ഉണ്ടോന്ന് നോക്കട്ടെ. ഹലോ അജിത്തണ്ണ. ഈ കോള് അജിത്തണ്ണനെ എടുക്കാത്ത. ഞാൻ കോള് കിട്ടിയെന്നാലും വിചാരിച്ച്. ഒന്നുകൂടി വിളിക്കട്ടെ. അജിത്തണ്ണ എത്രയാ? ഞാൻ എത്താറായി. അജിത്തണ്ണൻ പുറത്തിറങ്ങിയേക്ക്. നിനക്ക് പിന്നെ ഞാൻ ലൊക്കേഷനും പിന്നെ എന്തിനാ അയച്ചെന്ന്. എന്നാലും പുറത്തിറങ്ങിയേക്ക്. ഗൂഗിൾ മാപ്പ് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. നീ എന്താണ് ഇടയ്ക്കിടയ്ക്ക് കിടന്ന് അലറണേ? അണ്ണാ വണ്ടിയുടെ കൺട്രോൾ പോകണമെന്നേ. ഭയങ്കര സ്പീഡ് കയറിട്ടെ. ശരി പെട്ടെന്ന് എത്തിക്ക്. അച്ഛൻ പുറത്തിറങ്ങി നിൽക്ക്. ഞാൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന്. ശരിയാണോ? ഇതുപോലത്തെ ലോഡുണ്ടെങ്കിൽ വിളിക്കണ്ടാ. ശരി. ഇനി അടുത്തത് ട്രക്കിൻ്റെ ആയിരിക്കും തോന്നുന്നുണ്ട്. നിന്റെ ട്രക്കില്ലേ? ഉണ്ട്. നീ ഒരു ലോഡുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. ആണോ? ട്രക്കിൻ്റെ ലോഡല്ലേ? ഞാൻ സെറ്റാക്കാം. എന്നാൽ പെട്ടെന്ന് എത്തിക്കട്ടോ. അതൊക്കെ ഞാൻ ഇപ്പോൾ എത്തിക്കാം. 2 മിനിറ്റ് ഇപ്പം എത്തും. ശരി അങ്ങനെ അയച്ചിട്ടാണ് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൾ പുറത്തിറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞത്. മിച്ചർ അതിനാ തോന്നുന്നു. അയ്യോ, മിച്ചർ എടുക്കട്ടെ കുറച്ച്.
കുറച്ച് മിച്ചർ എടുത്ത് തിന്നാം. മിച്ചർ ചായയും കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോവാം. എന്തായാലും അവിടെ തരും. ഓസിക്ക് മേടിച്ചില്ല. നസുരോത്തെ ആയേ നസുരോത്തെ ആയേ ഉടേ 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 കാച്ചാ. ഈ വണ്ടിക്ക് മര്യാദയ്ക്കൊരു കൺട്രോളും ഇല്ല. ഓ ഗൈസ്, അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇനി തുണ്ടും കൂടി ഉള്ളൂ. ഇനി 1 മിനിറ്റ് 2 മിനിറ്റ് കണ്ട മതി. ഇനി ഒരു ബണ്ടൻ വളവ് വരുന്നുണ്ട്. അത് ഈ കയറ്റം 3 ഏതോ സ്ഥലം പോലും അറിയില്ല. എത്തു 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 പെട്ടെന്നെത്തു പെട്ടെന്നെത്തു. അയ്യോ അജിത്തണ്ണം വീണ്ടും വിളിക്കുന്നുണ്ട്. എന്താ അജിത്തണ്ണ? എടാ എനിക്കിവിടെ നിന്ന് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഒരാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറെ ആൾ ഇറങ്ങി നിൽക്കും. ആ ശരി അണ്ണാ, അത് പറയാൻ വിളിച്ചാ. ആ ശരി ഗൈസ്, അജിത്തണ്ണൻ വേറെ എവിടേക്കോ പോകാന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഗൈസ് എത്തിയതുകൊണ്ട് അതേ ഒരാൾ പുറത്തിറങ്ങി നിൽക്കുന്നു സൈഡിൽ. അയ്യോ അടിച്ച്. അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞാച്ച്. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അജിത്തണ്ണ പോയി. ഗൈസ് ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.